ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നൊരു DIY, അതായത് നമുക്ക് ഫേഷ്യലൊക്കെ ചെയ്ത സെയിം ഒരു എഫക്റ്റ് കിട്ടുന്ന ഞാൻ യൂട്യൂബിൽ റീസെൻ്റ് ആയിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്ത് അത് മിക്സിറ്റൊക്കെ ചെയ്ത് ഈ ഒരു പരുവത്തിലായപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്താണേലും ഇത് നമ്മൾ ഉണ്ടാക്കിയല്ലോ, അപ്പോൾ നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഹറിബറി ആയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ക്ലെൻസർ ഇപ്പോൾ ഒരാഴ്ചയായിട്ട്, അതായത് നമ്മുടെ സെറ്റഫിലിൻ്റെ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസ് എന്ന് പറഞ്ഞ ക്ലെൻസറാണ് കേട്ടോ. ഇത് ശരിക്കും നല്ലൊരു റിസൾട്ട് തരുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ഒക്കെ എനിക്ക് കൊണ്ടുവരുന്നുണ്ട് എൻ്റെ സ്കിന്നിൽ. അപ്പോൾ കുറേ കൂടെ യൂസ് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഹോണസ്റ്റ് ആയിട്ട് റിവ്യൂ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കാത്തത്. അപ്പോൾ കുറച്ച് നാളും കൂടി ആ ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ എനിക്ക് ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ നല്ലൊരു സപ്പിളായിട്ടുള്ള സോഫ്റ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി യൂസ് ചെയ്യുമ്പം അതിൻ്റെ കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. ആക്ച്വലി ഇതൊരു ഫേഷ്യൽ എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ട നമുക്ക് ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ആദ്യമേ അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കടലമാവ് വേണം, അതുപോലെ തന്നെ അരിപ്പൊടി വേണം, അതിനോടൊപ്പം തന്നെ നമുക്ക് അലോവേറ ജെല്ല്. അപ്പോൾ നമുക്ക് അലോവേറ ജെല്ല് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് നാച്ചുറൽ മാക്സിമം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നാച്ചുറൽ ഇല്ലെങ്കിൽ നമുക്ക് കടയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള അലോവേറ മതി. ഇപ്പം ഞാനിവിടെ ചൂസ് ചെയ്തേക്കുന്നത് നേച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ അലോവേറ ജെല്ലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ടെക്സ്ചറിൽ വന്നിട്ടുള്ളത്. നോർമൽ അലോവേറ ആണെങ്കിൽ ഈ ഒരു ഗ്രീനിഷ് കളർ പോലെ ലൈറ്റായിട്ടൊന്നും വരില്ല. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് ഞാൻ പറഞ്ഞു കടലമാവും പിന്നെ അരിപ്പൊടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൈസ് ഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. ഒട്ടുമിക്ക DIY പാക്സോ അല്ലെങ്കിൽ ഇൻ കേസ് മാർക്കറ്റിൽ നിന്നൊക്കെ അവൈലബിൾ ആകുന്ന ഫേസ് വാഷ് ആയിക്കോട്ടെ, ടോണർ ആയിക്കോട്ടെ, റൈസ് ഫ്ലോർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റൈസ് എന്നുള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് കുറേയധികം പ്രൊഡക്ട്സ് നമുക്കറിയാം നമ്മുടെ സ്കിൻ അത്രത്തോളം ബ്രൈറ്റനിങ് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് റൈസ് ഫ്ലോർ. നമ്മളിപ്പോൾ സ്ക്രബ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് പാക്കാണെങ്കിലും റൈസ് ഫ്ലോർ ആഡ് ചെയ്താൽ ഒരു പ്രത്യേക ബെനഫിറ്റ് നമുക്ക് ആ ഒരു പാക്കിൽ നിന്ന് കിട്ടും. അതോടൊപ്പം തന്നെ കടലപ്പൊടി എന്ന് പറയാൻ നമുക്ക് പണ്ട് മുതലേ അറിയാം നല്ലോണം നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി പല ഇതേപോലത്തെ പാക്സിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് കടലപ്പൊടി. അപ്പോൾ അങ്ങനെ നമ്മൾ കടലമാവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 1 സ്പൂൺ നമ്മൾ അരിപ്പൊടി എടുത്തിട്ട് കടലപ്പൊടി അത്രത്തോളം അരിപ്പൊടിയുടെ അത്രയും ക്വാണ്ടിറ്റിയിൽ എടുക്കേണ്ട, നമ്മൾ കുറച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സിറ്റ് ചെയ്തിട്ട് ശേഷം നമ്മൾ നമ്മുടെ അലോവേറയും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അത്യാവശ്യം അലോവേറ ജെൽ നന്നായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിനു മുന്നേ നന്നായിട്ട് നിങ്ങളൊന്ന് മിക്സിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സിറ്റ് ആക്കണം, എന്നിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ബ്രഷോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സ്പൂണോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നോക്കാം അവർ പറഞ്ഞ പോലെ ശരിക്കും ഒരു ഫേഷ്യലിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് പരീക്ഷിച്ച് നോക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അലോവേറ ജെല്ലിൻ്റെ ഒക്കെ. മുഖം കരുവാളിച്ച് കറുത്തു പോയെന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫേസ് പാക്കാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ് കേട്ടോ. മാക്സിമം ഫ്രഷ് അലോവേറ ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഭയങ്കര ഈസി അല്ലേ, നമുക്ക് ജസ്റ്റ് അലോവേറ, റൈസ് പൗഡർ, പിന്നെ നമ്മുടെ കടലപ്പൊടി മാത്രം മതി. ജസ്റ്റ് മിക്സിറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ മാറും. ഇതേപോലെ തിക്ക് പേസ്റ്റായിട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഇമ്പ്യൂരിറ്റീസും പിന്നെ നമ്മുടെ സ്കിൻ ടോണൊക്കെ നല്ല രീതിക്ക് ചേഞ്ചസ് ആവും. ഞാനെന്താണെങ്കിലും ഇത് പിന്നേക്ക് വെക്കുന്നില്ല കേട്ടോ. അതായത് ഇപ്പം തന്നെ ഈ എടുത്ത അത്രത്തോളം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്.
ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത്. നോർമലി നമുക്ക് ഫേഷ്യൽ നമ്മൾ ചെയ്യുമ്പം അതേപോലെ അല്ല, ആ ഒരു ബെനിഫിറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്യാൻ കുറച്ച് ടാസ്കിയാണ്. ഓക്കെ, അങ്ങനെ അത്യാവശ്യം നമ്മൾ ഫേസ് ഓവറോൾ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട്, ചിലർക്ക് അലോവേര ജെല്ല് ഇറിറ്റേഷനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അലർജിക്കായിട്ടൊക്കെ വരാറുണ്ട്. പലരുടെയും സ്കിന്ന് പല ടൈപ്പല്ലേ. അങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങൾ ഒന്ന് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാട്ടെ, എന്നിട്ടേ ഉള്ളൂ ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാരൊക്കെ ഒന്ന് കെയർ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇൻ കേസ് നിങ്ങളുടെ സ്കിന്നിന് മേ ബി ചിലപ്പോൾ ചില ഇൻഗ്രീഡിയൻസ് സ്യൂട്ടബിൾ അല്ലെങ്കിൽ ലാസ്റ്റ് എന്നെ ചീത്ത പറയരുത്. അതുകൊണ്ടിട്ടാണ് ഞാൻ കോഷൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, നല്ലൊരു ഇൻസ്റ്റൻറ്റ് കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. തരി പോലും പാഴാക്കാതെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നല്ലോണം ആക്കി കൊടുക്കുക. നമ്മൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സംസാരിക്കരുത് കേട്ടോ. സംസാരിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ചുളിവുകൾ, റിങ്കിൾസ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കരുതെന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫേഷ്യൽ നമുക്ക് എന്തുമാത്രം എഫക്റ്റീവ് ആണെന്ന് നോക്കാം. ഞാനൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഫേസ് വാഷ് ചെയ്യാം. എന്നിട്ട് ലൈവായിട്ടുള്ള റിസൾട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്കറിയണമല്ലോ എക്സാക്റ്റ് ഒരു ഫേഷ്യലിൻ്റെ ബെനിഫിറ്റ് ഉണ്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ ക്യാഷ് ലാഭിക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോകുന്ന കാര്യങ്ങൾ ഒരുപാട് കോസ്റ്റ് ആവും. ചിലർക്കൊന്നും അത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ സാധാരണ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വീട്ടിൽ ജസ്റ്റ് ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ്, എന്താണേലും വലിയ ചിലവുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ല, നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്നതാണ്. സോ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതല്ലേ. ഇനിയിപ്പം ഹോം റെമഡീസും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ സേഫായിട്ട് യൂസ് ചെയ്യാനും പറ്റും, പൈസയും ലാഭിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എത്രമാത്രം വർക്കിംഗ് ആണെന്ന്. എൻ്റെ ചുണ്ടിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫേസിൽ ജസ്റ്റ് ഒന്ന് വാട്ടർ, അതായത് സ്പ്രേ ഒക്കെ ചെയ്യുന്ന പോലെ ഒന്ന് തളിച്ചു കൊടുത്തിട്ട് മെല്ലെ ഒന്ന് സ്ക്രബ് ഓവറും കൂടെ ചെയ്യണം. അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷനിൽ വേണം നമ്മളിങ്ങനെ കഴുകി കളയാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ഫേസിലെ റിസൾട്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഞാനിപ്പോൾ കഴുകി കഴിഞ്ഞിട്ട് വരാം. നിങ്ങൾ ഫേസൊക്കെ ക്ലെൻസറൊക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ഓഫ് ഒക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഫേസ് നമ്മൾ ഇങ്ങനെ വാഷ് ഓഫ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ തുണിയൊന്നും വെച്ച് മാക്സിമം എന്താ പറയുക ഒപ്പിയെടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നോർമലി തന്നെ എയറിൽ തന്നെ അത് ഉണങ്ങി പോകുന്ന രീതിക്ക് നമ്മുടെ ഫേസ് നല്ലോണം ഇതാവുന്ന രീതിക്ക് തന്നെ നിങ്ങൾ നോക്കുക. അത് മാക്സിമം ഒന്ന് കെയർ ചെയ്യുക. ഇപ്പം ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് നിങ്ങളിന്ന് ജസ്റ്റ് ഒന്ന് ഇതായി കാണിക്കുന്നത്. എന്നിട്ട് വേണമല്ലോ എങ്ങനെയുണ്ട് റിസൾട്ട് എന്നൊക്കെ എനിക്ക് നിങ്ങളെ ശരിക്കും കാണിച്ചു തരാം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവലാണ് കേട്ടോ. ഡീപ്പായിട്ട് സ്കിൻ ക്ലെൻസ് ചെയ്തതും നല്ലൊരു എക്സ്ഫോളിയേഷനും ഡെഡൊക്കെ ആയിട്ടുള്ള സ്കിൻ സെൽസൊക്കെ റിമൂവ് ആയതൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും എൻ്റെ സ്കിൻ ടെക്സ്ചർ ഒന്നുകൂടെ ഇമ്പ്രൂവ് ആയതുപോലെ, എക്സസ് ആയിട്ടുള്ള ഓയിൽസൊക്കെ നല്ല രീതിക്ക് അബ്സോർബ് ആയതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹൈഡ്രേഷനും എനിക്ക് ഫീൽ ചെയ്തു ഫൈനലി. അങ്ങനെ നമ്മൾ ഫേസ് നല്ലോണം വാഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പാറ്ററയൊക്കെ ചെയ്തു. ശരിക്കും നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്കിന്നിൽ നല്ലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈസ് ഫ്ലോർ എന്നൊക്കെ പറയുന്നത് നല്ലൊരു എക്സ്ഫോളിയേറ്റിംഗ് ഏജൻ്റൊക്കെയാണ്, ബ്രൈറ്റ്നസ് ഒക്കെ കൊണ്ടുവരും. നമുക്കറിയാം കൊറിയൻ സ്കിന്നുകാരുടെ കൊറിയൻ ബ്യൂട്ടി എന്നൊക്കെ പറയുന്നതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ റൈസ് ഫ്ലോർ ആണ്. സോ ശരിക്കും നല്ലൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ സ്കിന്നിന്. അപ്പോൾ ഇത് നമ്മൾ വീക്ക്ലി 2 ടൈംസ് ഒക്കെ ചെയ്താൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ ചെയ്യാം. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് നമ്മുടെ ഫേസ് റൈസ് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞ് ഇതേപോലത്തെ പാക്കൊക്കെ ഇടുമ്പോൾ അലോവേര കൊണ്ട് ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല, എങ്കിലും കുറച്ചൊരു ഡ്രൈനെസ് നമ്മുടെ സ്കിന്നിലുണ്ടാകും. സോ അതൊന്ന് എക്സാക്റ്റ് ശരിയാക്കാൻ വേണ്ടി ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും 100% റിസൾട്ട് നൽകുന്ന നല്ലൊരു
ഫേസ് പാക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയാട്ടോ, നല്ലൊരു ക്ലീനപ്പ് അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ ചെയ്തതിൻ്റെ എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് ധൈര്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കി കേട്ടോ, നിങ്ങൾക്ക് ഷുവറായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.